നാടിനെ നടുക്കിയ ATM കവർച്ചാ സംഘം പിടിയിലാവുമ്പോൾ ശരിയാവുന്നത് കേരള പോലീസിന്റെ നിഗമനങ്ങൾ. ഹരിയാന കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് നാമക്കല്ലിൽ വെച്ച് മണിക്കൂറുകൾക്കകം പോലീസ് പിടിയിലാവുന്നത്. കുറ്റവാളികളെ കണ്ടെത്തുന്നതിനായി കേരള പോലീസിന്റെ മാസങ്ങളുടെ തയ്യാറെടുപ്പാണ് തൃശൂരിലെ കവർച്ചക്കാർ പിടിയിലാവുമ്പോൾ പുറത്തെത്തുന്നത്. കുറ്റകൃത്യത്തിന്റെ മോഡ് ഓഫ് ഓപ്പറാൻഡി കണ്ടപ്പോഴേ പോലീസ് ഉറപ്പിച്ചിരുന്നു പിന്നിലുള്ളത് കേരളത്തിന് പുറത്തുള്ള വൻ സംഘമാണെന്ന്. തൃശൂർ നഗരത്തിന് സമീപത്തെ 3 ATMകളിൽ നിന്നായി 65 ലക്ഷം രൂപയാണ് മുഖംമൂടി ധരിച്ച് കാറിലെത്തിയ സംഘം കവർന്നത്. ATMലെ ക്യാമറകളിൽ സ്പ്രേ അടിച്ച് കാഴ്ച തടസ്സപ്പെടുത്തിയായിരുന്നു കവർച്ച. സമീപത്തുള്ള CCTV ക്യാമറകളിൽ നിന്നും മുഖംമൂടി സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കൃത്യമായ പ്ലാനുമായി എത്തിയ കേരളത്തിന് പുറത്തുള്ള സംഘമാണ് കൊള്ളയ്ക്ക് പിന്നിലെന്ന് ക്രൈം സീൻ പരിശോധിച്ചതിന് പിന്നാലെ കേരള പോലീസ് ഉറപ്പിച്ചിരുന്നു. ഇത്ര വലിയൊരു കുറ്റകൃത്യത്തിന് ശേഷം പ്രതികൾ സംസ്ഥാനം വിടാനാണ് സാധ്യതയെന്നും പോലീസ് മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് സമീപ സംസ്ഥാനങ്ങളിലേക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കേരള പോലീസിന്റെ സന്ദർഭോചിതമായ ഇടപെടലാണ് പ്രതികളെ തമിഴ്നാട് പോലീസിന്റെ കൈകളിലേക്ക് എത്തിച്ചത്. കവർച്ചയ്ക്ക് ഉപയോഗിച്ച വാഹനവുമായി കൂടുതൽ ദൂരം സഞ്ചരിക്കില്ലെന്ന പോലീസിന്റെ നിഗമനമാണ് പ്രതികൾ പിടിയിലാവുമ്പോൾ ശരിയാവുന്നത്. സിനിമാ രംഗങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള വലിയൊരു ഏറ്റുമുട്ടലിന് ശേഷമാണ് തമിഴ്നാട് പോലീസ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ സഞ്ചരിച്ച കണ്ടെയ്നറിൽ നിന്ന് കൊള്ളയ്ക്ക് ഉപയോഗിച്ച കാറും പണവും ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്.